വ്യത്യസ്തമായ യോഗങ്ങളൊക്കെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സംഘടനാ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട സംഘടനാ പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ആ യോഗമൊക്കെ വളരെ കൃത്യമായി നടന്നുപോയത്. പക്ഷെ കഴിഞ്ഞ ദിവസം 21-ാം തീയതി ഇവിടെ മുൻ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നഗരസഭ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഒറ്റ അജണ്ട വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഒരു കൗൺസിൽ യോഗം, നിങ്ങൾക്കൊക്കെ അറിയാം, കരിയാട് ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരവാസികൾ കുടിവെള്ള ആശങ്ക അറിയിച്ച വിഷയം നഗരസഭ അത് ഗൗരവത്തോടുകൂടി അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന 10:30 മണിക്കാണ് യോഗം. ഏകദേശം 10:25-നാണ് ഈ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS-ന്റെ പ്രതിനിധികൾ 3 പേര് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. ഇവർ വന്ന് കാര്യങ്ങൾ പറയുകയും വളരെ സുതാര്യമായി നമ്മളൊക്കെ ഇരുന്ന് തീരുമാനിച്ചത് പ്രകാരം നമുക്കത് മുന്നോട്ട് പോകണം, അടുത്ത ദിവസം മീറ്റിംഗ് വിളിക്കാം എന്ന് പറഞ്ഞ് അവർ തന്ന അപേക്ഷ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ വേണ്ടി നേരിട്ട് സ്വീകരിക്കുകയും അത് നമുക്കൊന്നുകൂടി ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ, കാരണം നേരത്തെ പങ്കെടുത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ യൂണിയൻ ഭാരവാഹികളുണ്ട്, അവരെയൊക്കെ ഇരുത്തി നമുക്ക് പറയാമെന്ന് പറഞ്ഞപ്പോൾ ജൂൺ 15-നകം ഇത് നടത്തിയിട്ടില്ല എങ്കിൽ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷ സമരങ്ങൾ, ധർണ, ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ സംഘടനാപരമായി നിങ്ങളെടുക്കുന്ന തീരുമാനം തടയാൻ കഴിയില്ല. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് സ്വീകരിക്കണം. അത് ഇത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോയാൽ അത് ഗുണം ചെയ്യില്ല എന്ന് അവരോട് പറയുകയും അതനുസരിച്ച് അവിടെ നിന്ന് അവർ തന്ന ഈ അപേക്ഷയാണ്, ഇതാണ് ഞാൻ 6 കഷ്ണമാക്കി വലിച്ചു കീറി എറിഞ്ഞത് എന്ന് ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത്. ആ ഭാരവാഹികൾ നമ്മളാണ്. 200ഓളം ഓട്ടോ നമ്മൾ നമ്പർ കൊടുത്തു, ബാക്കിയുള്ളത് കൂടി നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തന്ന് ഞാൻ ഫ്രണ്ട് ഓഫീസിൽ അതിന് നമ്പറിട്ട് ഫയലിലേക്ക് വെച്ച സാധനമാണ് തുണ്ടം തുണ്ടമായി കീറിച്ചാടി ഞങ്ങളെ അവഹേളിച്ചു എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, അതിനുശേഷം ഞാൻ താഴെ ഇറങ്ങുമ്പോൾ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ, നിന്നെ ഞങ്ങൾ എടുത്തുകൊള്ളാം, തെരുവിൽ കിട്ടിയാൽ നിന്നെ ഞങ്ങൾ എടുത്തുകൊള്ളാം, നിന്റെ കയ്യിലുള്ള ഈ വഴി തന്നെയാണ് ഞങ്ങൾ നിനക്ക് നൽകിയ സമ്മാനം എന്ന് പറഞ്ഞപ്പോൾ താഴത്ത് ഒരുപാട് ആളുകളുണ്ട്. അവിടെ മറ്റേ ഈ കുടിശ്ശി വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ കേൾക്കുകയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾ നടപ്പിലാക്കുക, ഞാൻ എൻ്റെ വഴിയിൽ കൂടി പോവുക എന്ന് പറഞ്ഞ് നടന്ന് കൗൺസിൽ ആളിലേക്ക് പോയി. ഇതാണ് അന്ന് സംഭവിച്ചത്. പക്ഷെ ഇന്നലെ നടന്ന പ്രകോപനപരമായ മുദ്രാവാക്യവും കൊലവിളി പ്രസംഗവും അതിനുശേഷം നടന്ന ആ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് പറ്റിയ ഈ അക്രമത്തിന് ഞങ്ങളാണ് പൂർണ്ണമായത് നേതൃത്വം കൊടുത്തത് എന്ന രീതിയിലാണ് പ്രസംഗിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അമ്പലപ്പറമ്പിൽ നിന്നും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് എവിടെ വെച്ചാണ് മർദ്ദനമേറ്റത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. BJP-യുടെ ഒരു പ്രവർത്തകന്റെ ജ്യേഷ്ഠന്റെ കല്യാണത്തിന്, അതെന്റെ വീടിന്റെ തൊട്ടടുത്താണ്, ആ കല്യാണ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ തൊട്ടടുത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് എന്നെ വെട്ടി വീഴ്ത്തുന്നത്. പറഞ്ഞ് ഇന്നലെ പ്രസംഗിച്ചത് ഒരു അമ്പലപ്പറമ്പിൽ, ക്ഷേത്രത്തിന്റെ പറമ്പിൽ കയറിയിട്ട് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എന്നെ വെട്ടിയത് എന്നാണ്. എന്റെ നാട്ടിൽ വന്ന് ചോദിക്കണം ഞാൻ ആരാണ്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ, ഞാൻ ജനുവരി 13-നാണ് ചെയർമാനായി ചാർജ് എടുക്കുന്നത്. അന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും, നീ അധിക ദിവസം വാഴില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സ്റ്റാറ്റസ്. 2010-ൽ എന്നെ ബോംബെറിഞ്ഞതാണ്. 98-ൽ എൻ്റെ സഹോദരിയുടെ കല്യാണ വീടുകളിൽ കയറി ജനറേറ്ററും മറ്റും അടിച്ച് അന്ന് പൊട്ടിച്ചു. അന്ന് മനോജ് എബ്രഹാമായിട്ട് എന്നോട് ചാർജ് ഉണ്ടായിരുന്നു. 2010-ലും 2013-ലും 2016-ലും 2020-ൽ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന അമ്മമാരും സഹോദരിമാരും കുട്ടികളടക്കം ഇവരാക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം എനിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം നിരന്തരമായി ഇങ്ങനെ പ്രകോപനപരമായ രീതിയിലേക്ക് പോവുകയാണ്. എടുത്തുകൊള്ളാം എന്ന് പോകുമ്പോൾ വരുമ്പോഴൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള സംഘടനയുടെ ആളുകൾ സംസാരിക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ ദിവസവും നടന്നത്.